ഹായ് ഓൾ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് IB സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ ടയർ 1 റിസൾട്ട് ഓൾറെഡി ഇന്നലെ രാത്രി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് 300+ വേക്കൻസീസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ടയർ 1ൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം ആളുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ടയർ 1 ക്ലാസ്സസ് നമ്മളുടെ ക്രാഷ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനെ ഒരുപാട് പേർക്ക് ടയർ 1 ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർക്ക് കോൺഫിഡൻസ് ആയിട്ട് തന്നെ നമ്മൾ ടയർ 2ന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടയർ 2ന്റെ എക്സാം ഇനി എന്നാണ് വരുന്നത്, നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് സെക്കൻഡ് ടയറിൽ വരുന്നതും പഠിക്കാനുള്ളതും, അതുപോലെ തന്നെ എക്സാം എങ്ങനെയായിരിക്കും വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ IB സെക്യൂരിറ്റിയുടെ പാറ്റേൺ നമുക്ക് 2025 ടയർ 2 നോക്കുകയാണെങ്കിൽ എന്താ വരുന്നത്, നമുക്ക് ട്രാൻസ്ലേഷൻ ആണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ടു മലയാളം, മലയാളം ടു ഇംഗ്ലീഷ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതായത് നമുക്ക് ലോക്കൽ ലാംഗ്വേജ് ആണ്. ഇപ്പൊ നമ്മൾ മലയാളികൾക്ക് തിരുവനന്തപുരത്ത് കേരളം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോക്കൽ ലാംഗ്വേജും അങ്ങോട്ടും ഇംഗ്ലീഷിലും പ്രൊഫഷൻസി ഉണ്ടാവണം. ഇനി ഇംഗ്ലീഷിന്റെ പ്രൊഫഷൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. അതായത് കുറെ വേർഡ്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഠിച്ചു വെക്കണം. കുറച്ച് വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അതായത് നമുക്ക് ലിറ്ററലി നമുക്കത് പറക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് വേർഡ്സ് ഉണ്ടാകും ബന്ധപ്പെട്ട. അപ്പൊ ആ വേർഡ്സിന്റെ ഒക്കെ ഫ്രേസൽ വേർഡ്സ്, വൊക്കാബുലറി ഒക്കെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഒരു 500 വേർഡ്സിന്റെ പാസേജ് ആയിരിക്കും നമുക്ക് തരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ അത് ഇംഗ്ലീഷിലായിരിക്കും തരുന്നത്, നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ചിലപ്പോൾ മലയാളത്തിൽ തരുന്നത് എന്ത് ചെയ്യണം, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പെൻ ആൻഡ് പേപ്പർ മോഡാണ്. അതുകൊണ്ട് തന്നെ എക്സാം ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒട്ടും വായിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് മോശമുള്ളവർ 4 ലൈൻ ബുക്ക് ഒരു മടിയും വിചാരിക്കേണ്ട, ഒരു 4 ലൈൻ ബുക്ക് ഇങ്ങോട്ട് വാങ്ങിക്കുക, എഴുതി അത് കൈയക്ഷരം ക്ലീൻ ആക്കാൻ നോക്കുക. ഒരു 1 മന്ത് ഈസ് മോർ ദാൻ എനഫ്. ഓക്കെ, അതുപോലെ തന്നെ 50 മാർക്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതായത് 50ൽ ജസ്റ്റ് 20 മാർക്ക് നിങ്ങൾ വാങ്ങിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ടയർ 2 എന്ത് ചെയ്തിട്ടുണ്ടാ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് മെയിൻ ആയിട്ടും നമുക്ക് തീമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് മെയിൻ ആയിട്ടും സൈബർ ക്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ്. അതുപോലെ ഇപ്പൊ കറണ്ട് ആയിട്ട് നടക്കുന്ന ബോർഡർ ഇഷ്യൂസ്, ഓക്കെ, അതുപോലെ കമ്മ്യൂണിറ്റി പോളിസിങ്, അതുപോലെ നമുക്ക് ഗവൺമെന്റിന്റെ സ്കീമുകൾ, അതുപോലെ നമ്മുടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടല്ലോ, DBT സിസ്റ്റം, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഈ ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ആയിട്ടുള്ള ഒരു കാര്യം ആ IBയുടെ ആ ഒരു നേച്ചർ സ്വഭാവം അനുസരിച്ചിട്ടായിരിക്കും കൂടുതലായിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു ഏരിയാസ് എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും നല്ല പോലെ ട്രാൻസ്ലേറ്റ് മീൻസ് നല്ല പോലെ ഒന്ന് അതിനു വേണ്ടി മെനക്കെടണം. അതേപോലെ തന്നെ ഒരു ട്രാൻസ്ലേഷൻ ഡ്രില്ല് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 30+20+10 റൂൾ യൂസ് ചെയ്യാം. അതാണ് 50 മാർക്കിന്റെ വരുന്നത്. അതായത് 30 മിനിറ്റ്സ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മേജർ ആയിട്ടുള്ള ഗ്രാമർ ഏരിയാസ് ഉണ്ടാവും, ആർട്ടിക്കിൾസ്, പ്രൊപ്പോസിഷൻസ്, ടെൻസ്, അതൊക്കെ ഒന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അതേപോലെ 20 മിനിറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ലോക്കൽ ലാംഗ്വേജ് അതിനകത്ത് വൊക്കാബുലറീസ് ഒക്കെ കുറച്ച് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമുക്ക് 10 വരുന്നുണ്ട് അല്ലേ, അത് സെൽഫ് റിവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം അതിനകത്ത് മിസ്സായിട്ടുള്ള വേർഡ്സ്, ഇംഗ്ലീഷ് അതിന് നമ്മൾ അറിയാത്ത വേർഡ്സ് ഒക്കെ, പുതിയ വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നോക്കുക. അപ്പം ഇങ്ങനെ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ഹൈ ക്വാളിറ്റി നിങ്ങൾക്ക് ഇന്റർവ്യൂ കൂടെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ടയർ 2ഉം ടയർ 3യും കൂടെ കൂടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷിന്റെ ഗ്രാമർ സെഷൻസ് ഉണ്ടാകും, ട്രാൻസ്ലേഷന് വേണ്ടി ഒരു 50 മോക്ക്, ഇത് മിനിമം ആണ് കേട്ടോ, നമുക്ക് 50+ ഉണ്ടാകും. ഒരു മിനിമം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത് 50+ മോക്ക് ആയിരിക്കും തരുന്നത്. മോക്ക് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ലേഷൻ തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആണ്, പേപ്പർ ചെക്കിങ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ പേപ്പർ ചെക്കിങ് ആകുമ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിരിക്കും. സോ നിങ്ങൾക്ക് അത് തരുന്നത് പോർഷൻസ് നിങ്ങൾക്ക് തന്നെ എഴുതി ടീച്ചർക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അതിൻ്റെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ നിങ്ങളെ മോഡിഫൈ ചെയ്യിപ്പിച്ച് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ടയർ 3ൽ ഇന്റർവ്യൂ ആണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് വൊക്കാബുലറി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഗ്രാമർ സെഷൻസ് ഉണ്ട്, അതുപോലെ ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ, ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾക്ക് ലൈവ് ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ടയർ 3 എന്ന് പറയുന്നത്
കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണാലിറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ സ്യൂട്ടബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അതൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അത് 50 മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് ഇന്റലിജൻസ് ബ്യൂറോയുടെ അണ്ടറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോബാണ് ഓൾറെഡി അറിയാലോ. അപ്പൊ ഇന്റർവ്യൂവിന് നമ്മൾ എന്താണ് കൂടുതലായിട്ടും ഒരാളുകളെ ഫേസ് ചെയ്ത് അത് നമുക്ക് നമ്മൾ ഓൺലൈൻ ആയിട്ടായിരിക്കും ഇന്റർവ്യൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കൊല്ലം ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏരിയ ഒക്കെ ആണെങ്കിൽ ഓഫ്ലൈൻ നമ്മളിത് സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാകും. അവർ നിങ്ങളെ കൊണ്ട് ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ, നിങ്ങൾ സെൽഫ് ട്രെയിൻ ചെയ്യിപ്പിക്കാനും ഒക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു കോഴ്സിൽ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള 100% ഞങ്ങൾ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിലൊന്ന് നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ അതായത് നിങ്ങൾ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ പോലും ബാക്കി വരുന്ന രീതിയിൽ നിങ്ങൾ തന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ മാക്സിമം നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.